ഹലോ ഗൈസ്. അപ്പം ഈ കാണുന്നതാണ് ഏറ്റവും പുതിയ റെനോ ക്വിഡിൻ്റെ ക്ലൈംബർ വേരിയൻറ്റ്. മോസ്റ്റ് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നതെന്നാണ് ചെക്കൗട്ട് ചെയ്യാൻ പോണത്. ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ, നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് അതിൽ തന്നെ മെൻഷൻ ചെയ്യാം. ഇതേപോലെ ഓട്ടോമൊബൈൽ കണ്ടൻസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കീസിൻ്റെ കാര്യം പറയാൻ നോർമൽ കീസാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ ലോക്കിംഗ് എല്ലാം വന്നിട്ടുള്ള കീസാണ്. ലോക്ക് അൺലോക്കിൻ്റെ ഫംഗ്ഷൻസും പിന്നെ റെനോയുടെ പുതിയ ലോഗോ ആണ് കീസിനകത്ത് വന്നിരിക്കുന്നത്. രണ്ട് കീസാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോർമൽ കീസാണ് വന്നിരിക്കുന്നത്, ബട്ട് പഴയ ലോഗോസാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ അപ്പോൾ അത്രയൊക്കെയുള്ള കീസിൻ്റെ കാര്യം നമുക്കിനി എക്സ്റ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, എക്സ്റ്റീരിയറിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഡിസൈൻ്റെ കാര്യം തന്നെ പറയാം. കമ്പയർഡ് ടു ബേസ് മോഡൽ ഇത് ഇത്രയും കൂടെ ഡിഫറൻ്റ് ആണ്. നമുക്ക് LED DRLs തന്നെ വരുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ ഇൻഡിക്കേറ്റേഴ്സും മെയിൻ ഹെഡ്ലാമ്പ് യൂണിറ്റ് എല്ലാം ഹാലോജൻസ് ആണ്. അതും സെയിം തന്നെ ബേസ് മോഡലിലും അങ്ങനെ തന്നെ വരുന്നത്. ബട്ട് കാണാൻ നല്ല അട്രാക്റ്റീവാണ്. ഈ ഒരു ഡിസൈൻ എലമെൻറ്റ്സ് കമ്പയർഡ് ടു ബേസ് മോഡൽ ഡിഫറൻ്റ് ആണ്. പിന്നെ പ്രോപ്പർ സ്കിഡ് പ്ലേറ്റ്സ് നമ്മൾക്ക് വന്നിട്ടുണ്ട്. അതും നല്ലപോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല യുണീക്കാണ്. പിന്നെ മെയിൻ ചേഞ്ച് വന്നിരിക്കുന്ന ഈ ലോഗോ ആണ്. പുതിയ ലോഗോ ആയിട്ടുണ്ട്. കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. ലുക്സ് റിയലി ഗുഡ്. പിന്നെ ഇവിടെ നമുക്കൊരു സിൽവർ ഇൻസേർട്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ടോപ്പ് ആൻഡ് ട്രിംസിൽ മാത്രം എക്സ്ക്ലൂസീവായിട്ട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. സോ അപ്പോൾ അത്രയ്ക്കുള്ള നമ്മളെ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ്റെ കാര്യം. നമുക്കിനി സൈഡ് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. സൈഡ് പ്രൊഫൈലിലെ മെയിൻ ചേഞ്ച് വന്നിരിക്കുന്ന വീൽസ് ആണ്. വീൽസ് സെയിം സൈസാണ്, 14 ഇഞ്ചിൻ്റെ വീൽസാണ്. ബട്ട് വീൽ ക്യാപ്സിനകത്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഡുവൽ ടോൺ ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. റെനോയുടെ ടിപ്പിക്കൽ ഒരു വൈബ് ഡിസൈനാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓറിയംസിൻ്റെ കാര്യം പറയാൻ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് വന്നിരിക്കുന്നത്. ബോഡി കളർഡ് ഓറിയംസ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സും വന്നിട്ടുണ്ട്. ടോപ്പ് ആൻഡ് വേരിയൻസിന് എക്സ്ക്ലൂസീവായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ്സും വന്നിരിക്കുന്നത്. സോ അപ്പോൾ അത്രയ്ക്കുള്ള ഓറിയംസിൻ്റെ കാര്യം. പിന്നെ നമ്മളെ നമ്മളെ ബ്ലാക്ക് ഡോട്ട് ഫിനിഷിലെ ഡോർ ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. വിൻഡോ ഏരിയ നല്ലപോലെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽസ് ഈ വേരിയൻറ്റിൽ എക്സ്ക്ലൂസീവാണ്. ഈ വേരിയൻറ്റിലാണ് റൂഫ് റെയിൽസ് വരുന്നത്. അതേപോലെ നോർമൽ ആൻറ്റീനയാണ് വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയ എലമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഈ വേരിയൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ക്ലൈംബറിൻ്റെ ബാഡ്ജ് വന്നിട്ടുണ്ട്. ഡുവൽ ടോൺ ഫിനിഷാണ് വന്നിരിക്കുന്നത്. അത് ഈ ടോപ്പ് ആൻഡ് വേരിയൻസിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളതാണ്. പിന്നെ സൈഡിലുള്ള ഈ ഒരു ക്ലാഡിങ് അതും ടോപ്പ് ആൻഡ് വേരിയൻസിലാണ്. പ്രോപ്പർ ഒരു പ്ലാസ്റ്റിക് ഫിനിഷാണ് വന്നിരിക്കുന്നത്. വീൽ ആർച്ചസും വന്നിട്ടുണ്ട്. സോ അപ്പോൾ അത്രയ്ക്കുള്ള സൈഡ് പ്രൊഫൈലിലെ കാര്യം. ബാക്ക് പ്രൊഫൈലിലെ മെയിൻ ചേഞ്ച് വന്നിരിക്കുന്നത് ലോഗോ ആണ്. പുതിയ ലോഗോ ആയിട്ടുണ്ട്. പിന്നെ കിഡിൻ്റെ റൈറ്റിങ്സും ഡിഫറൻ്റ് ആയിട്ടുണ്ട്. പിന്നെ അല്ലാത്ത കാര്യം പറയുന്നത് സിമിലർ ആണ്. നമുക്ക് നോർമൽ ടെയിൽ ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ബമ്പേഴ്സിലാണ് നമുക്ക് റിഫ്ലക്റ്റർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സ് 3 വന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ ക്യാമറ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. യുണീക്കായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബമ്പേഴ്സിലാണ് ഒരു സ്കിഡ് പ്ലേറ്റ്സിൻ്റെ ഡിസൈൻ എലമെൻറ്റ്സ് ആണെങ്കിൽ നല്ല രസമുണ്ട്. ലുക്സ് റിയലി ഗുഡ്. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മളെ ബാക്ക് പ്രൊഫൈലിലെ മെയിൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ. നമുക്കിനി പ്രാക്ടിക്കാലിറ്റിയും ഇൻറ്റീരിയറും എൻജിൻ ഡീറ്റെയിൽസും നോക്കാം. സോ ഗൈസ്, നമുക്ക് ബൂട്ട് സ്പേസിൻ്റെ കാര്യം തന്നെ പറയാം. ബൂട്ട് സ്പേസിലെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയാൻ നമുക്ക് പാർക്ക് ഷെൽഫ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അറൗണ്ട് 279 ലിറ്റേഴ്സ് ഓഫ് ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ഫോൾഡിംഗ് സീറ്റ്സ് ആണ് ഇവിടെ ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലാതെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പെയർ വീലും വന്നിട്ടുണ്ട്. അത് 14 ഇഞ്ചാണ്, സെയിം സൈസാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ അത്രയ്ക്കുള്ള ബൂട്ട് സ്പേസിൻ്റെ കാര്യം. നമുക്ക് ഇൻറ്റീരിയർ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് എൻജിൻ ഡീറ്റെയിൽസ് നോക്കാം. എഞ്ചിൻ്റെ കാര്യം പറയാൻ 1 ലിറ്റർ ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. നാച്ചുറലി ആസ്പിറേറ്റഡ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. 69 bhpയും 91 Nm ഓഫ് ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 5 സ്പീഡ് മാനുവലും 5 സ്പീഡ് AMTയിലും ട്രാൻസ്മിഷനിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു CNG വേരിയൻറ്റും അവൈലബിൾ ആണ്. സോ അപ്പോൾ അത്രയ്ക്കുള്ള എഞ്ചിൻ ഡീറ്റെയിൽസ് നമുക്കിനി ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, സെക്കൻഡ് റോയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഡോർ പാനൽസിലാണെങ്കിൽ ചേഞ്ച് ഉണ്ട്. കമ്പയർഡ് ടു ബേസ് മോഡൽ നമുക്കിവിടെ പ്രോപ്പർ പവർ വിൻഡോ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിയെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ് സെയിം തന്നെ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ അപ്പോൾസ്ട്രീനകത്ത് ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഫാബ്രിക് അപ്പോൾസ്ട്രി ആണെങ്കിൽ നമുക്ക് ഓറഞ്ച് ഇൻസേർട്സ് വന്നിട്ടുണ്ട്. അത് ഈ ക്ലൈംബർ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ മാത്രമായിട്ട് എക്സ്ക്ലൂസീവാണ്. ഓൾ 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സ് സ്റ്റാൻഡേർഡ് ആണ് അക്രോസ് ഓൾ വേരിയൻസ്. പിന്നെ അല്ലാത്ത കാര്യം പറയാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. കുഴപ്പമില്ലാത്ത സ്പേസ് ഓഫർ ചെയ്യുന്നുണ്ട്. ലെഗ് റൂം ആണെന്നും കുഴപ്പമില്ല. ഹെഡ് റൂമും കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഗ്രാബ് ഹാൻഡിൽ ഇവിടെ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അത്രയ്ക്കുള്ള നമ്മളെ സെക്കൻഡ് റോയിലെ ഫീച്ചേഴ്സിൻ്റെ കാര്യം. നമുക്കിനി ഡ്രൈവർ സൈഡ് ചെക്കൗട്ട് ചെയ്യാം. സോ ഗൈസ്, ഡ്രൈവർ സൈഡിലെ ഡോർ പാനൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡോർ പാനൽസിൽ ഡുവൽ ടോൺ ഫിനിഷാണ് വന്നിരിക്കുന്നത്. എല്ലാം ബ്ലാക്ക് ഡോട്ട് ഫിനിഷ് ആണെങ്കിലും ഈ ഒരു എലമെൻറ്റ് നമുക്ക് ടോപ്പ് ആൻഡ് ട്രിംസിൽ ഒരു വൈറ്റ് എലമെൻറ്റ് വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. അതും ക്രോം ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ഡോർ പോക്കറ്റ്സ് വന്നിട്ടുണ്ട്. സീറ്റ്സിൻ്റെ അപ്പോൾസ്ട്രി ടോപ്പ് ആൻഡ് വേരിയൻറ്റിന് ഡിഫറൻ്റ് ആണ്. ക്ലൈംബറിൻ്റെ ബാഡ്ജൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെയും വന്നിട്ടുണ്ട് ബോൾസ്ട്രിങ്ങിലും. പിന്നെ നോർമൽ പെഡൽസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് ലോറിയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ കീ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസും വന്നിട്ടുണ്ട്. നമുക്കിനി ഇൻറ്റീരിയറിനകത്ത് കയറിയിട്ട് ബാക്കി ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. സോ ഗൈസ്, ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയാൻ നമുക്ക് പുതിയൊരു സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് ഇൻസേർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. മീഡിയ കൺട്രോൾസും അതേപോലെ തന്നെ
അല്ലാത്ത ഫംഗ്ഷനോടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ വന്നിരിക്കുന്ന സെയിം ക്ലസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇതിൽ കൂടെ തന്നെ ട്രിപ്പ് എ ട്രിപ്പ് ബി അതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ വൈപ്പേഴ്സിൻ്റെ സ്റ്റോക്സ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഹെഡ് ലാംപ്സിൻ്റെ സ്റ്റോക്സും വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു വാർണിംഗ് തന്നുകൊണ്ടിരിക്കുകയാണ്, വണ്ടി ഇഗ്നീഷനിലാണ്, അതുകൊണ്ടാണ് ഈ സൗണ്ട് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ടാണ് നമുക്ക് വിൻഡോ കൺട്രോൾസ് വരുന്നത്, അതേപോലെ ലോക്കോ അൺലോക്ക് ചെയ്യുന്ന സെൻട്രൽ ലോക്കിംഗ് ഫംഗ്ഷൻ ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോർമൽ എ സി ആണ് വന്നിരിക്കുന്നത്, മാനുവൽ എ സി ആണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 12 വോൾട്ടിൻ്റെ സോക്കറ്റ്സും USB ഓക്സ് പോർട്ടും വന്നിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. മാനുവലിൻ്റെ ഗിയർ നോബ് ഈ കാണുന്നത് 5 സ്പീഡ് മാനുവലാണ് വന്നിരിക്കുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത്. സ്റ്റോറേജ് ഏരിയ കുറേ കൊടുത്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് അത്യാവശ്യം ഡീപ്പാണ്. 6 എയർ ബാഗ്സ് ആണ് ഈ വേരിയൻറ്റിൽ വരുന്നിരിക്കുന്നത്. അത് എക്സ്ക്ലൂസീവ് ആണ് ടോപ്പ് ആൻഡ് വേരിയൻസിന്. ഡേ നൈറ്റ് IREMസും ടോപ്പ് ആൻഡ് വേരിയൻസിന് എക്സ്ക്ലൂസീവ് ആണ്. റീഡിംഗ് ലാംപ്സും വന്നിട്ടുണ്ട്. സോ അപ്പോൾ അത്രയൊക്കെയുള്ള ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സിൻ്റെ കാര്യം, ഡിസൈനിൻ്റെ കാര്യം, അപ്ഡേറ്റിൻ്റെ കാര്യം. സോ ഗൈസ്, അപ്പോൾ അത്രയൊക്കെയുള്ള റെനോ ക്വിഡിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റെ ക്ലൈംബറിൻ്റെ ഒരു ചെറിയൊരു വോക്ക് അറൗണ്ട്. എന്തൊക്കെ അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ ചെക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും എല്ലാം കമൻറ്റ് ബോക്സിൽ കൂടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ.